ഇറാനും ഇസ്രായേലും തമ്മിലുള്ള 12 ദിന യുദ്ധം ഏറ്റവും കൂടുതൽ തിരിച്ചടിയായത് അമേരിക്കയാണ്. അമേരിക്ക ആ യുദ്ധത്തിൽ ഇടപെട്ടു. ഇറാൻ്റെ തന്ത്രപ്രധാനമായ ആണവ കേന്ദ്രങ്ങൾ തകർക്കാൻ ശ്രമിച്ചു. പക്ഷേ ആണവ കേന്ദ്രങ്ങൾക്ക് ഒരു ചുക്കും സംഭവിച്ചില്ല. സമ്പുഷ്ടീകരിച്ച യുറേനിയം ഇറാൻ മാറ്റിയെന്ന് പിന്നീട് റിപ്പോർട്ട് ചെയ്തു. അമേരിക്കൻ ആക്രമണം പരാജയപ്പെട്ടുവെന്ന് അമേരിക്കൻ പത്രങ്ങൾ, വാഷിംഗ്ടൺ പോസ്റ്റ്, ന്യൂയോർക്ക് ടൈംസ് അടക്കമുള്ള അമേരിക്കൻ പത്രങ്ങളും റിപ്പോർട്ട് ചെയ്തു. മാത്രമല്ല, അമേരിക്കയുടെ അഭിമാന സൈനിക താവളമായ ഖത്തറിലെ സൈനിക താവളത്തിൽ ഇറാൻ മിസൈൽ ആക്രമണം നടത്തി. സൈനിക താവളത്തിൻ്റെ മകുടം തകർന്നു വീണു. ഇതോടുകൂടി അമേരിക്ക കരാറിൽ ഒപ്പിട്ടു. ആണവായുധങ്ങൾ ഇറാൻ നിർമ്മിക്കരുത് എന്നാണ് അമേരിക്കയുടെ ആവശ്യം. ആ ആവശ്യം ഇറാൻ തള്ളിക്കളഞ്ഞു. 8 ആണവ നിലയങ്ങൾ പുതുതായി സോവിയറ്റ് യൂണിയൻ്റെ, റഷ്യയുടെ സഹായത്തോടു കൂടി നിർമ്മിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഇറാൻ. ആണവായുധ പരീക്ഷണത്തിൽ നിന്നും തങ്ങളെ പിന്തിരിപ്പിക്കാൻ സാധിക്കില്ലെന്ന് ഇറാൻ കർക്കശമായി തന്നെ പ്രഖ്യാപിച്ചു. മാത്രമല്ല, അമേരിക്കയ്ക്ക് ഉഗ്രശാസ്ത്രവും നൽകിയിരിക്കുന്നു ഇറാൻ. പശ്ചിമേഷ്യയിലെ അമേരിക്കൻ സൈനിക താവളങ്ങൾ ഒഴിഞ്ഞു പോവുക, ഗൾഫ് നാടുകളിലെ അമേരിക്കയുടെ സൈനിക താവളങ്ങൾ ഒഴിയുക, എങ്കിൽ മാത്രമേ ഈ പ്രദേശത്ത് സമാധാനം നിലനിർത്താനാകൂ എന്ന് പറഞ്ഞിരിക്കുന്നത് മറ്റാരുമല്ല, അയത്തുള്ള ഖൊമൈനിയാണ്. 10,000-ലധികം വരുന്ന ജനങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് ഇന്നലെ അയത്തുള്ള ഖൊമൈനി ഈ ഉഗ്രശാസനം പുറപ്പെടുവിച്ചത്. ഗൾഫ് രാജ്യങ്ങളിൽ അമേരിക്കയുടെ സൈനിക താവളങ്ങൾ ഉള്ളിടത്തോളം കാലം യുദ്ധം അവസാനിക്കില്ലെന്നും അമേരിക്കയുടെ ഉപരോധം തങ്ങളെ ബാധിക്കില്ലെന്നും ആണവ പരീക്ഷണങ്ങളുമായി തങ്ങൾ മുന്നോട്ട് പോകുമെന്നും അദ്ദേഹം പറഞ്ഞു. ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനും ഇതേ അഭിപ്രായം തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഗൾഫ് രാജ്യങ്ങളിൽ അമേരിക്ക സൈനിക താവളം സ്ഥാപിക്കുന്നതിന് പിന്നിൽ കുറേ കള്ളക്കളികളുണ്ട്. സൗദി അറേബ്യയിൽ നിന്നും ഖത്തറിൽ നിന്നുമൊക്കെ ഇഷ്ടം പോലെ പണം അമേരിക്കയ്ക്ക് കിട്ടും. അത് ഇസ്രായേലിന് യുദ്ധം കളിക്കാൻ വേണ്ടി ചെലവാക്കാം. ഇതാണ് നടന്നുകൊണ്ട് വരുന്നത് കാലാകാലങ്ങളായി. ഗൾഫ് രാജ്യങ്ങളുടെ പണം കൊണ്ടാണ് അമേരിക്ക നിലനിൽക്കുന്നത്. ആ പണം കൊണ്ടാണ് ഇസ്രായേലിന് യുദ്ധം ചെയ്യാനുള്ള എല്ലാ മനസാന്നിധ്യവും എല്ലാ ആയുധങ്ങളും അമേരിക്ക കൊടുക്കുന്നത്. അതാണ് ഖൊമൈനി പറഞ്ഞിരിക്കുന്നത്. ഖൊമൈനി പറഞ്ഞാൽ പറഞ്ഞതാണ്. അതാണ് അദ്ദേഹത്തിൻ്റെ പ്രത്യേകത. ഖൊമൈനി പറയുന്നത് ഗൾഫ് രാജ്യങ്ങളിൽ അമേരിക്കൻ സൈനിക താവളങ്ങൾ ഉള്ളിടത്തോളം കാലം ഇറാൻ അമേരിക്ക സംഘർഷം തുടർന്നു പോകും. പശ്ചിമേഷ്യയിൽ ഇറാഖിലടക്കമുള്ള അമേരിക്കൻ താവളങ്ങളിൽ നിന്ന് അമേരിക്ക ഒഴിഞ്ഞു പോകണം. പശ്ചിമേഷ്യയിലെ അമേരിക്കൻ താവളങ്ങൾ നിർവീര്യമാക്കണം. ഇതാണ് ഖൊമൈനി മുന്നറിയിപ്പായി പറഞ്ഞിരിക്കുന്നത്. മറ്റൊരു തിരിച്ചടി കൂടി അമേരിക്കയ്ക്ക് ലഭിച്ചിരിക്കുന്നു. ഇറാഖും ഖൊമൈനിയുടെ അതേ നടപടി സ്വീകരിച്ചിരിക്കുന്നു എന്നതാണ് ശ്രദ്ധേയം. ഇറാഖ് പറയുന്നത് തങ്ങളുടെ രാജ്യം നോക്കാൻ ഇനി തങ്ങൾക്ക് അറിയാം. അമേരിക്കയുടെ സൈനിക താവളവും അമേരിക്കയുടെ സഹായവും വേണ്ട. ഇത് അമേരിക്ക ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. സദാം ഹുസൈനെ വധിച്ച് ഇറാഖിനെ അമേരിക്ക കീഴടക്കുമ്പോൾ ഇറാഖിലെ എണ്ണയായിരുന്നു അമേരിക്കയുടെ ലക്ഷ്യം. മാത്രമല്ല, ഇറാഖിൻ്റെ തന്ത്രപ്രധാനമായ സ്ഥലത്ത് അമേരിക്ക സൈനിക താവളങ്ങൾ സ്ഥാപിക്കുകയും ചെയ്തു. ഇതിനെതിരെ ഇറാഖിലെ വിമതർ യുദ്ധം ചെയ്യുകയാണ്. വിമതരിൽ നിന്ന് പലപ്പോഴായി ആക്രമണമുണ്ടായി അമേരിക്കയ്ക്ക്. പക്ഷേ ഇപ്പോൾ ഇറാഖ് ഭരണകൂടം ഔദ്യോഗികമായി തന്നെ പറഞ്ഞിരിക്കുന്നു, അസന്നിഗ്ധമായി തന്നെ പറഞ്ഞിരിക്കുന്നു, വേണ്ട, ഇങ്ങനെ ഒരു താവളം ഞങ്ങളുടെ രാജ്യത്ത് വേണ്ട. അമേരിക്കയ്ക്ക് 2 ചുറ്റുന്നും 4 ചുറ്റുന്നും അടിവരുന്ന കാലമാണ് ഇനി സംഭവിക്കാൻ പോകുന്നത്. അമേരിക്കയുടെ സൈനിക താവളങ്ങൾ ഗൾഫ് രാജ്യങ്ങളിലുള്ളതും പശ്ചിമേഷ്യയിലുള്ളതും ഇറാന് ഭീഷണിയാണ്. ഇറാൻ്റെ ഭീഷണി തകർക്കാൻ വേണ്ടിയാണ്, അല്ലെങ്കിൽ ഇറാൻ്റെ ഭീഷണിക്ക് മുമ്പിൽ ചെറുത്തു നിൽക്കാൻ വേണ്ടിയാണ് ഈ ഗൾഫ് രാജ്യങ്ങളിലും പശ്ചിമേഷ്യയിലുമൊക്കെ അമേരിക്ക സൈനിക താവളങ്ങൾ സ്ഥാപിച്ചത്. പക്ഷേ അത് ഇറാനെ അസ്വസ്ഥമാക്കുന്നു എന്നാണ് ഖൊമൈനിയുടെ വാക്കുകളിൽ തെളിയുന്നത്. ആണവായുധ നിർമ്മാണവുമായി തങ്ങൾ മുന്നോട്ട് പോകുമെന്ന് ഖൊമൈനി പറഞ്ഞു കഴിഞ്ഞു. മാത്രമല്ല, ഏത് നിമിഷവും ആണവായുധം ഉണ്ടാക്കാനുള്ള കരുതൽ മെറ്റീരിയൽ തങ്ങളുടെ കയ്യിലുണ്ടെന്നും ഖൊമൈനി പറഞ്ഞു കഴിഞ്ഞു. ഖൊമൈനി വെറും വാക്ക് പറയാറില്ല.
വൃദ്ധ സൈന്യാധിപനായ അദ്ദേഹം പറഞ്ഞാൽ പറഞ്ഞതാണ്, ചെയ്യാൻ പറ്റുന്നതേ പറയൂ, പറഞ്ഞാൽ അത് ചെയ്തിരിക്കും. അതാണ് ഖൊമൈനി. ഖൊമൈനിയെ സ്ഥാനഭ്രഷ്ടനാക്കാൻ വേണ്ടിയായിരുന്നു 12 ദിന യുദ്ധം ഇസ്രായേൽ നടത്തിയത്. ഖൊമൈനിയും മസൂദ് പെസഷ്കിയാനും ഒന്നും സ്ഥാനഭ്രഷ്ടർ ആയില്ല. അവർ അവരുടേതായ രീതിയിൽ, അവരുടേതായ കരുത്തിൽ ജീവിച്ചു പോകുന്നു. മാത്രമല്ല, 12 ദിന യുദ്ധത്തിൽ അമേരിക്ക ഇടപെട്ടിട്ടില്ലായിരുന്നെങ്കിൽ ഇസ്രായേൽ ഭസ്മമായി മാറുമായിരുന്നു. ഇറാൻ്റെ മിസൈലുകൾ ഇസ്രായേലിനെ ചുട്ടരിച്ചു. എന്തിന്? ഇസ്രായേലിൻ്റെ ചാര ആസ്ഥാനമായ മൊസാദിൻ്റെ ആസ്ഥാനത്തിൻ്റെ മുമ്പിൽ പോലും ബോംബുകൾ, ഇസ്രായേലിൻ്റെ മിസൈലുകൾ വീണു. വലിയ ഗർത്തം അവിടെ രൂപപ്പെട്ടു. ഇസ്രായേലിനെ തകർക്കാൻ ഇറാൻ ശ്രമിക്കുമ്പോൾ അമേരിക്ക അതിനിടയിൽ കൂടി വന്ന് ഒരു കളി കളിച്ച് ഇറാനെ ഒന്ന് പ്രതിരോധിക്കുകയായിരുന്നു. ഇറാൻ്റെ ആണവായുധങ്ങൾ തകർത്തു വന്ന് ട്രംപ് വീമ്പ് പറഞ്ഞ് നടന്നു. തങ്ങളുടെ ഒറ്റ ആണവായുധങ്ങൾക്ക് ഒരു നാശനഷ്ടവും സംഭവിച്ചിട്ടില്ലെന്ന് ഖൊമൈനി പിന്നീട് വെളിപ്പെടുത്തി. പിന്നീട് ലോകം അത് തിരിച്ചറിഞ്ഞു, ഇത് കള്ളമാണെന്ന്. എപ്പോഴും വീരവാദം അടിച്ചുകൊണ്ട് നടക്കാനേ അമേരിക്കയ്ക്ക് കഴിയൂ. പക്ഷേ ലോകം അത് തിരിച്ചറിഞ്ഞു, കള്ളമാണെന്ന് തിരിച്ചറിഞ്ഞു. ഖത്തറിലെ അമേരിക്കൻ സൈനിക താവളത്തിൻ്റെ മകുടം തകർന്നു കിടക്കുന്ന കാഴ്ച അൽ ജസീറ അടക്കമുള്ള മാധ്യമങ്ങൾ പുറത്തുവിട്ടു. ഇതോടുകൂടി തലകുലുക്കി അമേരിക്കയ്ക്ക് സമ്മതിക്കേണ്ടി വന്നു. ഇറാനുമായുള്ള യുദ്ധം ദുഷ്കരമായ യുദ്ധമാണ്. പെട്ടെന്ന് ഇറാനെ ജയിക്കാൻ ആവില്ല. ഇതാണ് അവർ തലകുലുക്കി സമ്മതിച്ചത്. എന്തായാലും ആണവ കേന്ദ്രങ്ങൾ പുനർനിർമ്മിക്കുമെന്നും 8 ആണവ കേന്ദ്രങ്ങൾ പുതുതായി ആരംഭിക്കുമെന്നും റഷ്യയുടെ സഹായത്തോടുകൂടി പുതുതായി ആരംഭിക്കുമെന്നും ഖൊമൈനി പറഞ്ഞിരിക്കുന്നു. റഷ്യ എല്ലാവിധ സപ്പോർട്ടും ഇറാന് നൽകുന്നു. ഇറാൻ്റെ എല്ലാവിധ സപ്പോർട്ടും റഷ്യയ്ക്കുമുണ്ട്. റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ റഷ്യയ്ക്ക് ആവശ്യമായ ഡ്രോണുകൾ കൊടുത്തയച്ചത് ഇറാനാണെന്നൊരു വാർത്തയുണ്ടായിരുന്നു. ഇറാൻ അത് നിഷേധിച്ചിട്ടില്ല, റഷ്യയും നിഷേധിച്ചിട്ടില്ല. ഇറാനെ തൊട്ട് കഴിഞ്ഞാൽ അത് ലോകക്രമം മാറ്റുന്ന ഒരു യുദ്ധത്തിന് വഴിയൊരുക്കും. ചൈനയിൽ നിന്നും റഷ്യയിൽ നിന്നും ആയുധങ്ങൾ ഇറക്കുമതി ചെയ്തിട്ടുണ്ട് ഇറാൻ. 12 ദിന യുദ്ധം ഇറാനെ വല്ലാതെ ജാഗരൂകരാക്കി മാറ്റി എന്നുള്ളത് ശ്രദ്ധേയം. ആണവായുധം നിർമ്മിക്കാൻ അവർ ഒരുങ്ങുന്നതും ആണവ കേന്ദ്രങ്ങൾ നിർമ്മിക്കപ്പെടുന്നതും തുടർച്ചയായി കൂടുതൽ ആണവ കേന്ദ്രങ്ങൾ നിർമ്മിക്കപ്പെടുന്നതും ഒക്കെ ഇതിനു വേണ്ടിയാണ്. ആണവായുധ ശക്തി നേടിക്കഴിഞ്ഞാൽ തങ്ങളെ തൊടാൻ അമേരിക്കയ്ക്കും ഇസ്രായേലിനും കഴിയില്ല എന്ന് ഇറാന് അറിയാം. ഇറാൻ്റെ കരസൈന്യം വളരെ ശക്തമാണ്. റവല്യൂഷണറി ഗാർഡ്സ് കോർപ്സ് എന്ന കരസൈന്യം. ആ കരസൈന്യത്തിന് നേരെ ഒന്നും ചെയ്യാൻ അമേരിക്കയ്ക്ക് കഴിഞ്ഞിട്ടില്ല. ഇറാനെതിരെ ഇസ്രായേൽ ആക്രമണം നടത്തിയതും സിവിലിയന്മാർക്ക് നേരെയാണ്. ആക്രമണം നടത്തിയപ്പോൾ സിവിലിയന്മാരാണ് കൂടുതലും പരിക്കേറ്റത്. മാത്രമല്ല, ഇറാൻ്റെ തന്ത്രപ്രധാനമായ നേതാക്കളെ വധിക്കാൻ ഇസ്രായേൽ ശ്രമിച്ചെങ്കിലും അതൊന്നും പൂർണ്ണമായി ഫലം കണ്ടില്ല. ഇറാൻ ശക്തമായി തന്നെ തിരിച്ചടിച്ചു. മിസൈലുകളുടെ മഴ പെയ്ച്ചു ഇസ്രായേലിൽ ഇറാൻ. അമേരിക്കയോട് ശക്തമായ രീതിയിൽ പൊരുതി നിന്നു. അമേരിക്ക ഇറാൻ്റെ ആണവ നിലയങ്ങൾ ആക്രമിച്ചതിൻ്റെ പിറ്റേ ദിവസം അമേരിക്കയുടെ ഖത്തറിലുള്ള വിമാനത്താവളം, സൈനിക താവളം തകർത്തു ഇറാൻ. ചുരുക്കത്തിൽ ഇറാൻ കീഴടങ്ങാൻ തയ്യാറല്ല. മാത്രമല്ല, അമേരിക്ക നൽകുന്ന ഉപരോധമൊന്നും തങ്ങളെ ബാധിക്കില്ല എന്നാണ് ഇറാൻ പറയുന്നത്. മുമ്പും ഇറാനെ ഉപരോധിച്ചിട്ടുണ്ട് അമേരിക്ക. അപ്പോഴൊക്കെ ഇറാൻ വളർന്നു കയറുന്ന കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത്. ഇത്തവണയും അങ്ങനെ തന്നെ ഉപരോധമൊക്കെ ഉണ്ട്. ഉപരോധം ഒരു വഴിക്ക് പോകും, ഇറാൻ മറ്റൊരു വഴിക്ക് പോകും. അത് കാലാകാലങ്ങളായി നടക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ്. എന്തായാലും അമേരിക്കയോട് ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ ഇറാൻ ആവശ്യപ്പെട്ടത് നല്ല സൂചനയല്ല. അത് വലിയൊരു തിരിച്ചടിയുടെ സൂചനയാണ്. ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു പോയാൽ മാത്രമേ, അമേരിക്ക ഒഴിഞ്ഞു പോയാൽ മാത്രമേ ഗൾഫ് രാജ്യങ്ങളിലും പശ്ചിമേഷ്യയിലും സമാധാനം കൈവരികയുള്ളൂ എന്നാണ് ഇറാൻ അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇതാണ് അമേരിക്കയ്ക്ക് ഖൊമൈനി നൽകുന്ന മുന്നറിയിപ്പ്.